ഓരോ ആത്മാവും ദൈവികമാണ്. ബാഹ്യവും ആന്തരികവുമായ പ്രകൃതിയെ നിയന്ത്രിച്ച് ഉള്ളിൽ ഈ ദിവ്യത്വം പ്രകടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ജോലിയിലൂടെയോ ആരാധനയിലൂടെയോ മാനസിക നിയന്ത്രണത്തിലൂടെയോ തത്വചിന്തയിലൂടെയോ ഇവയിൽ ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ എല്ലാം കൂടിയോ ചെയ്യുക. സ്വതന്ത്രരായിരിക്കുക. എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾക്ക് എന്തും എല്ലാം ചെയ്യാൻ കഴിയും. അതിൽ വിശ്വസിക്കുക. നിങ്ങൾ ദുർബലനാണെന്ന് വിശ്വസിക്കരുത്. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഉള്ളിലെ ദൈവികത പ്രകടിപ്പിക്കുക. സ്വയം പഠിപ്പിക്കുക. എല്ലാവരെയും അവന്റെ യഥാർത്ഥ സ്വഭാവം പഠിപ്പിക്കുക. ഉറങ്ങുന്ന ആത്മാവിനെ വിളിക്കുക. അത് എങ്ങനെ ഉണരുന്നുവെന്ന് കാണുക. ഈ ഉറങ്ങുന്ന ആത്മാവ് സ്വയം ബോധമുള്ള പ്രവർത്തനത്തിലേക്ക് ഉണർത്തുമ്പോൾ ശക്തി വരും, മഹത്വം വരും, നന്മ വരും, ശുദ്ധി വരും, ശ്രേഷ്ഠമായതെല്ലാം വരും. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അനന്തമായ ശക്തി അവന്റെ ആത്മാവിലുണ്ട്. അതിന്റെ പ്രത്യക്ഷത അതിനെക്കുറിച്ചുള്ള ബോധത്തിന്റെ ഒരു ചോദ്യം മാത്രമാണ്. തന്റെ അനന്തമായ ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും പൂർണ്ണ ബോധത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരുവൻ ഏതു ഉയരത്തിലേക്കും എത്താൻ പറ്റും. കാഹള ശബ്ദത്തോടെ ലോകത്തെ മുഴുവനും പ്രഖ്യാപിക്കുക: നിന്നിൽ പാപമില്ല, നിന്നിൽ ദുരിതമില്ല, സർവശക്തനായ ശക്തിയുടെ സംഭരണിയാണ് നീ. എഴുന്നേൽക്കുക, ഉണരുക, ഉള്ളിലെ ദൈവികത പ്രകടിപ്പിക്കുക. ദുർബലരും പാപികളുമാണെന്ന് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. അവരെല്ലാം അമർത്യതയുടെ മഹത്വമുള്ള കുട്ടികളാണെന്ന് അവരെ പഠിപ്പിക്കുക. പ്രകടനത്തിൽ ഏറ്റവും ദുർബലരായവർക്ക് പോലും പോസിറ്റീവായ, ശക്തമായ, സഹായകരമായ ചിന്തകൾ കുട്ടിക്കാലം മുതൽ അവരുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കട്ടെ. ഓരോരുത്തരും അവരവരുടെ ഭാവി രൂപപ്പെടുത്താൻ കെൽപ്പുള്ളവരാണ്. അതിനുത്തരവാദി വേറെയാരുമല്ല. നീയാണ് ആത്മാവെന്ന രാവും പകലും കേൾക്കുക. അത് നിങ്ങളുടെ സിരകളിലേക്ക് കടക്കുന്നതുവരെ, ഓരോ തുള്ളി രക്തത്തിലും അത് ഇഴയുന്നതുവരെ, അത് നിങ്ങളുടെ മാംസത്തിലും അസ്ഥിയിലും എത്തുന്നതുവരെ രാവും പകലും നിങ്ങളോട് ആവർത്തിക്കുക. ശരീരം മുഴുവനും ആ ഒരു ആദർശത്താൽ നിറയട്ടെ. ഞാൻ ജനനരഹിതനും മരണമില്ലാത്തവനും പരമാനന്ദകാരനും സർവജ്ഞനും സർവശക്തനും എല്ലാ മഹത്വമുള്ളവനുമാണ്. രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെ ധ്യാനിക്കുക. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തയുടെ ശക്തിയാൽ വലുതാക്കപ്പെടും, രൂപാന്തരപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചിന്ത കൊണ്ടുവരിക. നിങ്ങളുടെ സർവശക്തനെയും മഹത്വത്തെയും കുറിച്ചുള്ള ചിന്തയാൽ നിങ്ങളെത്തന്നെ നിറയ്ക്കുക. എന്താണ് സുഹൃത്തേ നിങ്ങളെ കരയിപ്പിക്കുന്നത്? എല്ലാ ശക്തിയും നിന്നിലാണ്. ഹേയ് ശക്ത, നിന്റെ സർവശക്തമായ പ്രകൃതത്തെ വിളിച്ചുവരുത്തുക. ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കാൽക്കൽ കിടക്കും. നീ ശക്തനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. നിങ്ങൾ അത് ഇതുവരെ പ്രകടിപ്പിച്ചില്ലെങ്കിലും അത് നിങ്ങളിലാണ്. എല്ലാ അറിവും നിന്നിലാണ്, എല്ലാ ശക്തിയും, എല്ലാ വിശുദ്ധിയും, എല്ലാ സ്വാതന്ത്ര്യവും. എന്തുകൊണ്ടാണ് ഈ അറിവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്? കാരണം നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. എഴുന്നേൽക്കുക, ഉണരുക. ഇനി ഉറങ്ങരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. ഇത് വിശ്വസിക്കുക. ആ ശക്തി പ്രകടമാകും. മനുഷ്യൻ സ്വന്തം ആത്മാവിന്റെ മഹത്വത്തിൽ നിലകൊള്ളുന്നു. അനന്തവും ശാശ്വതവും മരണമില്ലാത്തതും ഒരു ഉപകരണത്തിനും തുളച്ചുകയറാൻ കഴിയാത്ത, വായുവിൽ ഉണങ്ങാത്ത, തീ കത്തിക്കാൻ കഴിയാത്ത, വെള്ളത്തിന് അലിക്കാൻ കഴിയാത്ത, അനന്തമായ, ജന്മമില്ലാത്ത, മരണമില്ലാത്ത, തുടക്കവും അവസാനവുമില്ലാത്ത നിങ്ങളുടെ മഹത്വത്തിന്റെ ഇടം ശൂന്യതയിലേക്ക് ഉയരുകയും സമയം അസ്തിത്വത്തിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ മഹത്വമുള്ള ആത്മാവിൽ നാം വിശ്വസിക്കണം. അതിൽ നിന്ന് ശക്തി വരും. സിംഹങ്ങളെ, കയറി വരൂ. നിങ്ങൾക്ക് അനന്തമായ ശക്തിയുണ്ട്, അനന്തമായ ഊർജം. എഴുന്നേൽക്കൂ, ഉണരുക. ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിർത്തരുത്. മനുഷ്യരാശിയുടെ ലക്ഷ്യം അറിവാണ്. അതാണ് പൗരസ്ത്യ തത്വചിന്ത നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ആദർശം. ആനന്ദം മനുഷ്യന്റെ ലക്ഷ്യമല്ല, അറിവാണ്. ആനന്ദമാണ് ലക്ഷ്യമെന്ന് കരുതുന്നത് തെറ്റാണ്. ലോകത്തിൽ നമുക്കുള്ള എല്ലാ ദുരിതങ്ങൾക്കും കാരണം മനുഷ്യർ ആനന്ദത്തെയാണ് ആദർശമായി കരുതുന്നത്. സുഖവും വേദനയും വലിയ ഗുരുക്കന്മാരാണെന്നും അവൻ നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും പഠിക്കുന്നുണ്ടെന്നും കണ്ടെത്തുന്നു. സന്തോഷവും വേദനയും അവന്റെ ആത്മാവിന് മുമ്പിൽ കടന്നുപോകുമ്പോൾ അവർക്ക് അതിൽ വ്യത്യസ്ത ചിത്രങ്ങൾ ഉണ്ട്. ഈ സംയോജിത ഇംപ്രഷനുകളുടെ ഫലമാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് വിളിക്കപ്പെടുന്നത്. നിങ്ങൾ ഏതെങ്കിലും മനുഷ്യന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ
അത് യഥാർത്ഥത്തിൽ പ്രവണതകളുടെ ആകെത്തുകയാണ്. അവന്റെ മനസ്സിന്റെ വളച്ചൊടിക്കലിന്റെ ആകെത്തുക. ആ സ്വഭാവത്തിന്റെ രൂപീകരണത്തിൽ ദുരിതവും സന്തോഷവും തുല്യ ഘടകങ്ങളാണെന്ന് നിങ്ങൾ കണ്ടെത്തും. സ്വഭാവരൂപീകരണത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും തുല്യ പങ്കുണ്ട്. ചില സന്ദർഭങ്ങളിൽ സന്തോഷത്തേക്കാൾ വലിയ ഗുരുവാണ് ദുരിതം. ലോകം സൃഷ്ടിച്ച മഹത്തായ കഥാപാത്രങ്ങളെ പഠിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം കേസുകളിലും സന്തോഷത്തേക്കാൾ കൂടുതൽ പഠിപ്പിച്ചത് ദുരിതമാണെന്നും സമ്പത്തിനേക്കാൾ കൂടുതൽ പഠിപ്പിച്ചത് ദാരിദ്ര്യമാണെന്നും കണ്ടെത്താനാകും. പിന്നെയും മനുഷ്യരാശിയുടെ ലക്ഷ്യം എന്താണ്? ഇത് സന്തോഷമാണോ? ഇന്ദ്രിയ സുഖമാണോ? സ്വർഗത്തിൽ ആഡംബരത്തിൽ വസിക്കുമെന്നും അവർ പണ്ട് പറഞ്ഞിരുന്നു. സ്വർഗസിദ്ധാന്തങ്ങളെല്ലാം മനസ്സിന്റെ ബലഹീനത കാണിക്കുന്നു.